നാട്ടിൽ ഗ്രന്ഥശാലകൾ ഏറെയുണ്ടെങ്കിലും വീടിന്റെ മട്ടുപ്പാവിൽ ഏറെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയുണ്ട്. കടമ്പഴിപ്പുറത്ത് എഴുത്തുകാരൻ KN കുട്ടി മാഷിന്റെ വീടിന് മുകളിലാണ് തൂലിക എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ വായനശാല പ്രവർത്തിക്കുന്നത്. വീടിന്റെ മട്ടുപ്പാവിൽ ഒരു തുറന്ന വായനശാല. കടമ്പഴിപ്പുറം കുണ്ടുവമ്പാടം KN കുട്ടി മാഷിന്റെ വീട്ടിലാണ് കൗതുകമുണർത്തുന്ന ഈ മനോഹര കാഴ്ചയുള്ളത്. ബാലസാഹിത്യകാരൻ, പ്രഭാഷകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നീ നിലയിൽ സുപരിചിതനാണ് മാഷ്. 40ഓളം പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. 3000-ലേറെ പുസ്തകങ്ങൾ ഈ വീട്ടു ലൈബ്രറിയിലുണ്ട്. മാഷിന്റെ ഭാര്യ രാജമ്മയാണ് ഇവിടുത്തെ ലൈബ്രറിയൻ. മക്കളായ ഐശ്വര്യയും ആര്യയും തൂലിക എന്നു പേരുള്ള അച്ഛന്റെ വായനശാലയെ അഭിമാനത്തോടെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നു. വീടായതുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം എപ്പോൾ വേണമെങ്കിലും ലൈബ്രറിയിൽ വരാനും പുസ്തകം എടുത്തുകൊണ്ടുപോകാനും കഴിയും. കേവലം ഒരു വായനശാല എന്നതിലുപരി പ്രദേശത്തിന്റെ സ്പന്ദനവും ശ്രദ്ധാകേന്ദ്രവുമാണ് ഈ വീട്. സായാഹ്നങ്ങളിൽ മാഷിന്റെ ഈ വീട് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറും. പുസ്തകം എന്ന് പറയുമ്പോൾ അത് ജീവൻ വെക്കണമെങ്കിൽ മറ്റുള്ളവർ എടുത്ത് വായിക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സ്ഥലം വേണം, വായനശാല കെട്ടിപ്പടുക്കണമെങ്കിൽ പിന്നെ ബിൽഡിംഗ് വേണം, അങ്ങനെ കുറേ പൊതു ഫണ്ടുകൾ അതിനാവശ്യമാണ്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ വീട് എങ്ങനെ അത് മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടാം എന്നുള്ളത് ആലോചിച്ചപ്പോൾ നിറയെ കുട്ടികൾക്ക് ഇരിക്കാനും മറ്റും പുസ്തകം എടുത്ത് വായിക്കാനുള്ളൊരു സജ്ജീകരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലായി 200 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഉണ്ടാക്കിയത്. ഒക്കെ വായനശാല മെമ്പർമാർ തന്നെയാണ് വരുന്നത്. കുട്ടികൾക്ക് ആദരവൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളും കൂടെ വരണം നമ്മൾ നിർബന്ധമായിട്ട് പറയാറുണ്ട്. കാരണം വായനശാലയുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് കുട്ടി മാത്രമല്ലല്ലോ, കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടപെടേണ്ട ഒരു സ്ഥാപനമാണല്ലോ വായനശാല. നമ്മൾ റിട്ടയർ ചെയ്ത ഒരു 10-20 ആളുകൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെങ്കിൽ അവർക്കും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു വായന നടക്കുന്നു. പിന്നെ കുട്ടികളും മുതിർന്നവരും ഇവിടെ വന്നെടുത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കുകയല്ല, കൊണ്ടുപോയി വായിക്കുന്നുണ്ട്. അപ്പോൾ 110 മെമ്പർമാരുണ്ടെങ്കിൽ ഒരു 10-60 ആളുകളെങ്കിലും ശരിയായ വായന വായിക്കുന്നുണ്ട്. ഈ ലൈബ്രറിയെ പറ്റി കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും നല്ല ഒരു ലൈബ്രറി, അതും ഇവിടുത്തെ സാധാരണക്കാർക്കും കുട്ടികൾക്കും വേണ്ടി സ്വന്തം വീടിൻ്റെ ഭാഗങ്ങളും അവിടെ അവർ വരുന്ന ആൾക്കാരുടെ ശല്യങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. ഈ ലൈബ്രറിയായിട്ട് സഹവാസമുള്ള എല്ലാവർക്കും ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ വളരെ ഹൃദ്യമായൊരു നാട്ടിൻപുറത്ത് നാടിന്റെ ഹൃദയവികാരങ്ങൾ മുഴുവൻ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ ഈ വായനശാല കേരളത്തിൽ വലിയൊരു വിസ്മയമാണ്. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ തികച്ചും നൂതനമായ ആശയങ്ങളിലൂടെ വായനയെ പരിപോഷിപ്പിക്കാനും അതുപോലെ തന്നെ പുതിയ ഒരു വായനാ സംസ്കാരം കെട്ടിപ്പടുക്കാനും ശ്രമിക്കുന്ന ഈ വായനശാല അണിയറ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഊർജവും അതുപോലെ തന്നെ പ്രചോദനവും പകരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വർത്തമാനകാലത്തിൽ നാം എങ്ങും കാണാൻ കഴിയാത്ത തരത്തിൽ ഏകദേശം 3300ഓളം പുസ്തകങ്ങളുടെ കലവറയുമായി പ്രിയപ്പെട്ട മാഷ് ഇത്തരമൊരു വായനശാല തുറന്നു വെച്ചിട്ട് അതും ഈ ഒരു പ്രദേശത്ത് അവിശ്വസനീയം തന്നെയാണ്. പ്രവാസ ലോകത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ കിട്ടുന്ന ബന്ധങ്ങൾ, അതിലുപരി ഏത് സമയത്തും വന്ന് ഒരു പുസ്തകം എടുത്ത് നമുക്ക് വായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു വായനശാല ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ട് എന്നതുപോലെ വരും തലമുറയ്ക്ക് വലിയൊരു മാതൃക തന്നെയാണ്. സാറയെ കുറിച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ പത്രത്തിൽ വായിച്ച് അന്ന് തുടങ്ങിയ ആഗ്രഹമാണ്. ആ തൂലികയെ തേടിയുള്ള യാത്ര ഇന്നിവിടെ എത്തി. വളരെ സന്തോഷം തോന്നുകയാണ്. സാറ് ഈ ഒരു വീട്ടിൽ നടത്തിയിട്ടുള്ള ഈ വീട്ടിന് മട്ടിപ്പാവിലുള്ള ലൈബ്രറി നാട്ടിലെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. എന്റെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്, ഇനി യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പൊ എനിക്ക് മാഷേന്ന് ഒരുപാട് അനുഭവങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ ഇതിനുള്ളതാണ്. ഒരുപാട് നന്ദി. ഈ ഒരു വായനശാല തുടങ്ങുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. അവസാനം ആ ഒരു ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ഒരു 16,000 രൂപയുടെ പുസ്തകം SNDPക്ക് വാങ്ങിക്കൊടുത്തു, അവിടെ ഒരു ലൈബ്രറി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ ചെയ്യാമായിരുന്നു. അതൊരു അങ്ങനെ ഒരു തോന്നൽ വന്നു. ഏതായാലും മാഷയുടെ ഈ പ്രവൃത്തി ശരിക്കും മാതൃകാപരമാണ്. ഇതുപോലെയുള്ള ഒരു ഉൾപ്രദേശത്തെ വല്ലാത്തൊരു വികാസം കിട്ടുന്നൊരു സംരംഭമാണ്. വരാൻ പറ്റാത്തവർക്ക് മാഷ് തന്നെ കൊണ്ടുപോയിട്ട് പുസ്തകം എത്തിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നതാണ് മൂപ്പര്.
ഫീൽഡ് വർക്കായാലും ശരി എവിടെയാലും ശരി പുസ്തകത്തിൻ്റെ ഇതിലല്ലെങ്കിലും ഇവർ നാട്ടിൽ കൂടെയും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഓണം കേറാമൂലയിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു വെളിച്ചം വീശുന്ന, ജീവിതത്തിൽ വെളിച്ചം വീശുന്ന രീതിയിൽ കെ എൻ കുട്ടിമാഷ് അവർ ചെയ്തിരിക്കുന്ന കാര്യം നല്ലൊരു കാര്യമാണ്. ഇല്ല, ശല്യം എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. പുസ്തകങ്ങൾ ഇവിടെ വന്ന് എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് അച്ഛൻ അവിടെ പുസ്തകങ്ങൾ എത്തിക്കുന്ന സമ്പ്രദായമൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. തീരുമാനം എന്തായാലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പുസ്തകം വായിക്കുക എന്ന സൗകര്യത്തിനപ്പുറം അവർക്ക് പഠനത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ട്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഫണ്ടുകൾ, ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ആണ് ലൈബ്രറി എങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഏത് സമയത്തും ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാവും. കുട്ടികൾ, രക്ഷിതാക്കൾ ആരായാലും പുസ്തകം എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കും. ഞാൻ വളകിലുങ്ങുന്ന നിൻ വർത്തമാനം കേൾക്കുവാനായി, കാറ്റേറ്റിരുന്നു ഞാൻ മിനുമിനുങ്ങുന്ന നിൻ മുഖതാരകം കാണുവാനായി.